നമസ്കാരം, ചന്ദ്രലേഖയിലേക്ക് സ്വാഗതം. ഡു നോട്ട് മേക്ക് എ പെർമനൻറ്റ് ഡിസിഷൻ ഓൺ എ ടെമ്പററി ഫീലിംഗ്. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. നമുക്ക് ദേഷ്യം വരുമ്പോൾ, അമിതമായിട്ട് വിഷമം വരുമ്പോൾ നമ്മളൊരു ഡിസിഷൻ അങ്ങ് എടുത്തു പോകും. അങ്ങനെ ചെയ്യാതെ കുറച്ചൊന്ന് കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് ചിന്തിച്ച് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വിജയം കൈവരിക്കാനാകും തീർച്ചയായിട്ടും. ചന്ദ്രലേഖയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്? ഈസ്ട്രജൻ ഹോർമോൺ കൂടുമ്പം ലോങ് ടേം ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ നിൽക്കുമ്പോൾ അത് ചിലതരം ക്യാൻസറുകൾക്ക് പ്രീഡിസ്പോസ് ചെയ്യുന്നു. മെയിനായിട്ട് ക്യാൻസർ ഓഫ് ദ യൂട്രസ്, അതായത് എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നത് ഈസ്ട്രജനെ ഡിപ്പെൻഡ് ചെയ്താണ്. നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ പൊതുവെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഫാൻസി സ്റ്റോഴ്സ് പോലുള്ള കടകളിൽ നിന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നൊരു വ്യക്തി ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത്തരത്തിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് നമുക്ക് മനസ്സിലാകും. നമ്മുടെ ഫങ്ഷൻസിൽ നമ്മൾ തന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ടാക്കി പ്രത്യേകിച്ചും കുട്ടികളെ കൂട്ടി ചെയ്യുകയാണെങ്കിൽ ആ ഫങ്ഷൻ്റെ ഇമ്പോർട്ടൻസ് കൂടും, മെമ്മറബിൾ ആകുകയും ചെയ്യും. അത്തരത്തിലൊരു ക്രാഫ്റ്റ് സെഗ്മെൻ്റാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. കാർഡ് മേക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കാർഡ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ വാട്സാപ്പ് മെസ്സഞ്ചറും FB മെസ്സഞ്ചറും ഒക്കെ വന്നേ പിന്നെ ആരും ഇപ്പം ക്രിസ്മസിനാണേലും കാർഡ്സൊക്കെ ആരും അയക്കുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ഹാൻഡ് മെയ്ഡായിട്ട് യുണീക്കായിട്ട് കാർഡ്സ് ചെയ്താൽ അതിനിപ്പോഴും നല്ല വാല്യൂ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാർഡ്സ് എങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് യുണീക്കായിട്ടുള്ള കാർഡ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം. ഇതൊക്കെ ക്രിസ്മസിന് വേണ്ടി ചെയ്ത കാർഡ്സാണ്. ഞാൻ ഒരെണ്ണം ജസ്റ്റ് ഒരു സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം. ഇത് കാർഡ് സ്റ്റോക്ക് പേപ്പറിലാണ് ചെയ്യുന്നത്. അത് തിക്നെസ് ഉണ്ടാവണം പേപ്പറിന്. ഇതിപ്പം ജസ്റ്റ് 2 പേപ്പർ കട്ട് ചെയ്തെടുത്തതാണ്. ഇങ്ങനത്തെ ഒരു കാർഡ് ചെറുതായിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത പേപ്പേഴ്സാണ്. ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഇതൊരു ഗോ ഗ്രീൻ തീമിൽ ഉള്ള ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത കാർഡാണ്. അതുകൊണ്ട് ജൂട്ടും ഗ്രീൻ കളറും ഒക്കെയാണ് അതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊരു ജൂട്ടിൻ്റെ ഒരു പേപ്പറാണ്, ജൂട്ടിൻ്റെ ഒരു ഷീറ്റാണ്. അതിൽ നമ്മൾ ഗ്ലൂ ചെയ്യണം. ജൂട്ട് ഷീറ്റ്സ് ആയിട്ട് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇത് ജൂട്ടിൻ്റെ സ്ട്രിങ് ആണ്. അപ്പോൾ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് ഇവിടെ ആ സ്ട്രിങ് ഒന്ന് അറ്റാച്ച് ചെയ്യണം ഫസ്റ്റ്. നമ്മൾ ആദ്യം ഡിസൈൻ എങ്ങനെയാണെന്ന് പ്ലാൻ ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ഗോ ഗ്രീൻ തീമാണ്. അപ്പോൾ അതിൽ ജൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു യുണീക്നെസ് കൊണ്ടുവരാൻ നോക്കണം എല്ലാത്തിലും. ഇതിപ്പോൾ ഒരു പോക്കറ്റ് പോലെയായി. ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റർ എന്താണേലും അത് പ്രിൻറ്റ് ചെയ്ത് അതിങ്ങനെ വയ്ക്കാൻ പറ്റും. ഇതതിൻ്റെ ഓവർലാപ്പിംഗ് കവർ ഇതാണ്. അതും ഇതുപോലെ ഗ്ലൂ ചെയ്തിട്ട് ഗ്ലൂ ചെയ്യുക. ഇത് പേപ്പർ ഡോലീസ് ആണ്. ഇതും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ഈ
മാറ്റാണ് ബേസിക്കലി. ഇത് നമ്മൾ ലഞ്ചിലൊക്കെ പേപ്പർ ഇതായിട്ട് ഇടുന്നതാണ്, പേപ്പർ നാപ്കിൻസ് ആയിട്ട് ഇടുന്നതാണ്. ഇതിങ്ങനെ എടുത്ത്, ഇത് പല പല സൈസിലുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിങ്ങനെ ഹാഫ് ആക്കിയിട്ട് ഒരു കോൺട്രാസ്റ്റ് കളർ കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഒരു ഓഫ് വൈറ്റ് ടച്ച് ഇതിൽ കൊടുക്കാൻ വേണ്ടി. ഇതിവിടെ ഗ്ലൂ ചെയ്യുക. ഇനി ഇത് ജസ്റ്റ് ഒരു ഗോൾഡൻ ബോ, ഒരു ഗോൾഡൻ ഡ്രൈ ഫ്ലവർ ആണ്, അതും ഇതിലൊന്ന് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇതിവിടെ ടൈ ചെയ്താൽ മതി. ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ, ഇപ്പോൾ ഇതുപോലെ ക്രിസ്മസ് ആണെങ്കിൽ മെറി ക്രിസ്മസ് എന്ന് എഴുതിയൊരു ഇത് ഇവിടെ ഒട്ടിച്ചാൽ ഫിനിഷ്ഡ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്താണെന്ന് ആദ്യം തന്നെ ഫൈനലൈസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കറക്ഷൻസ് വരുത്തുമ്പം പേപ്പർ വേസ്റ്റേജ് ഒത്തിരി വരും. പിന്നെ അതിലും നമ്മളെപ്പോഴും ആദ്യം എന്താണെന്ന് ഫൈനലൈസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈസിയർ. ഇതിപ്പോൾ വേറൊരു കാർഡൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊരു ബ്രൈഡൽ ഷവറിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു കാർഡാണ്. അതൊരു ബ്രൈഡൽ ഷവർ ആയതുകൊണ്ട് ഒരു ഗൗൺ, ഒരു ലേഡിയുടെ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഷേപ്പിലാണ് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് മാറ്റർ ഒരു ബ്രൈഡൽ ഷവറിന് വേണ്ടി ചെയ്തതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതും പേപ്പർ ഡോളിൽ വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ആദ്യം ഒരു 4 ഇഞ്ച് വിഡ്ത്തിൻ്റെ പേപ്പർ ഡോളിയാണിത്. ഇതൊരു ഹാഫിനും ഒരു 3/4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെ ഒരു ഇച്ചിരി ഫോൾഡ് ചെയ്യുക. ഒരു 1/4 ഇല്ല, ഒരു 1/8. പിന്നെ ഇങ്ങനെ ബേസിക്കലി നമുക്ക് ഈ ഒരു 3 ഫ്രില്ല് പോലെ ഇത് കിട്ടണം. ആ ഒരു സ്കേർട്ട് പോലത്തെ ഒരു ഫീൽ തന്നെ. എന്നിട്ട് ഇതിൻ്റെ മോള് ഫോൾഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ഇതൊന്ന് ഗ്ലൂ ചെയ്തേക്കാം. ഒരു ഹാർട്ട് ഷേപ്പിലെ ഒരു കാർഡ് സ്റ്റോക്ക് പേപ്പർ തന്നെ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ലേസ് വരുന്ന സ്ഥലം ഇങ്ങനെ ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് ആ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. എഡ്ജസൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഇതിങ്ങനെ ഒട്ടിക്കുക. ആ ഒരു ബോഡിയുടെ ഷേപ്പ് വരാൻ വേണ്ടി
ഇതിൻ്റെ ആ ലേസ് സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ ഇത് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇപ്പം കറക്റ്റ് ആ ഒരു ബോഡിയുടെ ഒരു ഷേപ്പ് കിട്ടി. ഒന്നും കൂടെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഇപ്പോൾ കറക്റ്റ് ആ ഒരു ലേഡിയുടെ ഷേപ്പ് കിട്ടി. ഇനി നമ്മൾ റിബൺ അതിൽ ഒരു സ്മോൾ പീസ് എടുക്കണം. സ്മോൾ പീസ് ആദ്യം വേറൊരു ലേസിൽ ഒന്ന് അറ്റാച്ച് ചെയ്യുക. ഇങ്ങനെ വരും. എന്നിട്ട് ഇത് ആ ഒരു ബോഡിയുടെ ആ ഒരു പോർഷനിൽ ഇതിൻ്റെ ബാക്കിൽ ഗ്ലൂ ചെയ്യാം. ഇനിയൊരു ബട്ടൺസ് എന്തെങ്കിലും റോസ് ആണെങ്കിലും കുഴപ്പമില്ല, ബട്ടൺസോ എന്തെങ്കിലും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യുക. പിന്നെ ഇത് കുഞ്ഞു കുഞ്ഞു പേൾസ് ആണ്, വൈറ്റ് കളർ പേൾസ്. ഇതാ ഗൗണിൻ്റെ സെൻറ്ററിലായിട്ട് അതും അറ്റാച്ച് ചെയ്യുക. ഒരു ഗൗൺ ഷേപ്പായി. ഇത് ജസ്റ്റ് നമ്മുടെ ആ ഒരു പിങ്ക് കളർ കാർഡ് സ്റ്റോക്ക് പേപ്പർ തന്നെയാണ്. ഇതാണ് അതിൻ്റെ മാറ്റർ പ്രിൻറ്റ് ചെയ്തേക്കുക. അത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഒരു സൈഡ് വൈസ് ആയിട്ട് ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്യാം. കഴിഞ്ഞു. ഗൗണിൻ്റെ ആ ഫ്രോക്ക് ഇതുണ്ടാക്കുന്ന ഫോൾഡിങ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഹാഫ് പോരാ, ഹാഫ് ആകുമ്പം കറക്റ്റ് ഇതാവും. ഇത് ബേസിക്കലി നമുക്ക് ആ ഫ്രില്ല് പോലെ അത് കാണണം. അപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ മുകളിലോട്ട് കയറ്റി ഒരു 3/4 ആയിട്ട് ഒരു ഫോൾഡ്, പിന്നെ ഇവിടെ ഒരു 1/8 ഒരു ചെറിയൊരു ഫോൾഡ്, പിന്നെ ഇത് കൊണ്ടുപോയി ഇവിടം വരെ. അപ്പോൾ നമുക്കൊരു 1 2 3 ഫ്രില്ല് പോലെ ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. പിന്നെ ഒരു ഹാർട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ആണെങ്കിലും മതി. ഇതെല്ലാം ഡോലി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അത് ഇതിൽ ഗ്ലൂ ചെയ്യുക. പിന്നെ റിബൺ വെച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സ്ത്രീകൾ ലൈഫിൻ്റെ ഓരോ സ്റ്റേജിലും ഓരോ പ്രയോറിറ്റി വരുമ്പോൾ നമ്മുടെ ഹെൽത്താണ് പ്രയോറിറ്റി ലിസ്റ്റ് ലാസ്റ്റിൽ വെക്കുന്നത്. ഒരു 40s 30s ഒക്കെ കവർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രമാത്രം കോംപ്ലിക്കേറ്റഡായി നമ്മുടെ ഹെൽത്ത് എന്ന്. അപ്പോൾ ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനുള്ള ഒരു സെഷനാണ് അടുത്തതായിട്ട് നമ്മൾ ചന്ദ്രലേഖയിലൂടെ കാണാൻ പോകുന്നത്.
സ്ത്രീകളിലെ അമിതവണ്ണം സൗന്ദര്യത്തെ മാത്രമല്ല ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. പൊണ്ണത്തടി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തരാൻ ആസ്റ്റർ മെഡിസിറ്റിയിലെ ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഷേർലി മാത്തൻ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഡോക്ടറോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വളരെയധികം പൊണ്ണത്തടി കാണപ്പെടുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇത്തരതരം പൊണ്ണത്തടിയുള്ള സ്ത്രീകൾ വളരെ കുറവായിരുന്നു. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു കാരണം? ഇന്ന് കേരളത്തിൽ സ്ത്രീകളിൽ പ്രത്യേകിച്ചും പൊണ്ണത്തടി അമിതവണ്ണം വളരെയധികം കണ്ടുവരുന്നു. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം നമ്മുടെ ജീവിതശൈലി തന്നെ മാറി എന്നുള്ളതാണ്. അതായത് നമ്മൾ നല്ല ഭക്ഷണം വളരെ ഈസി ആയിട്ട് കിട്ടാൻ, അതായത് നല്ല ഫുഡിൻ്റെ ലഭ്യത വളരെ ഈസി ആയിട്ടുണ്ട്. ഹൈ കലോറി ഫുഡ് ഐറ്റംസ് ഈസി ആയിട്ട് കിട്ടുന്നു. പിന്നെ ജങ്ക് ഫുഡ്, ഇതൊക്കെയാണ് നമ്മുടെ ഹൈ കലോറി ഇൻടേക്കിന് കാരണമാകുന്നത്. മിക്ക സ്ത്രീകളും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ഭക്ഷണം തയ്യാറാക്കാം, അല്ലെ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാം എന്ന് വിചാരിച്ച് ഒരു ജങ്ക് ഫുഡിനെയും മറ്റിനെയും ആശ്രയിക്കുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ കൗമാര പ്രായമുള്ള കുട്ടികളിൽ വളരെയധികം ഈ ഒരു പൊണ്ണത്തടി വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. മറ്റ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർക്ക് ഈ പൊണ്ണത്തടിയിലൂടെ ഉണ്ടാകുന്നത്? കാണുമ്പോഴുള്ള ഒരു ഇതല്ലാതെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇത് നമ്മുടെ തല തൊട്ട് പാദം വരെയുള്ള എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരു സംഗതിയാണ് അമിതവണ്ണം. അതായത് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾ തല തൊട്ട് തുടങ്ങിയാൽ അവരുടെ വിഷാദഭാവം അല്ലെങ്കിൽ ഡിപ്രഷൻ വളരെയധികം കാണുന്നുണ്ട് ഈ അമിതവണ്ണം ഉള്ളവരിൽ. പിന്നെ അമിതവണ്ണം കാരണം ന്യൂറോളജിക്കൽ കണ്ടീഷൻ ലൈക്ക് സ്ട്രോക്ക് ഒക്കെ ഇവരിൽ ഇൻക്രീസ് ഇതായിട്ട് കാണുന്നുണ്ട്. പിന്നെ സ്ലീപ്പ് അപ്നിയ, അതൊരു മേജർ പ്രോബ്ലമാണ്. അതായത് ഉറക്കത്തില്ല കുറച്ച് സമയത്തേക്ക് അത് ബ്രെത്ത് എടുക്കാതെ വരികയും നമ്മുടെ ഓക്സിജൻ സാച്ചുറേഷൻ കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, തലച്ചോറിനെയൊക്കെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് പൊണ്ണത്തടി ഉള്ളത് കൊണ്ട് ആ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ്സ് ഒരു ആയാസകരമായിട്ട് വരികയും അവർക്ക് ബ്രെത്ത്ലെസ്നെസ് ഉണ്ടാകുകയും ചെയ്യുന്നു. പിന്നെ ഹൈ ബ്ലഡ് പ്രഷർ കാരണം ഹൃദ്രോഗങ്ങൾ, ഡയബറ്റീസ്, പിന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ഇതെല്ലാം വളരെയധികം ഈ പൊണ്ണത്തടി ഉള്ളവരിലല്ല അമിതവണ്ണം ഉള്ളവരിൽ കണ്ടുവരുന്നു. ഈ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുതലും വയറിൻ്റെ ഭാഗത്താണ് വരുന്നത്. ഈ ഫാറ്റ് ഒരു എൻഡോക്രൈൻ ഓർഗൻ പോലെ ഫങ്ഷൻ ചെയ്യും. അപ്പോൾ അതിനകത്ത് ചില ഹോർമോൺസ്, ലെപ്റ്റിൻ എന്നും പറഞ്ഞൊരു ഹോർമോൺ ഈ ഫാറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലെപ്റ്റിന് ഓവുലേഷനെ സപ്രസ് ചെയ്യും. അപ്പം ഓവുലേഷനെ സപ്രസ് ചെയ്യുന്നത് കാരണം ഇറഗുലർ പീരീഡ്സ് ആണ് ആദ്യം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന്. അതാണ് ഈ പൊണ്ണത്തടി വന്ന് ഓവുലേഷനെ സപ്രസ് ചെയ്ത് മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റി വരുന്നു. ഓവുലേഷൻ നടക്കാതെ വരുമ്പം പീരീഡ്സ് പ്രൊലോങ്ഡ് ആകുമ്പം ഈസ്ട്രജൻ എന്നുള്ള ഹോർമോണാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ ആ 2-3 മാസമൊക്കെ മാസക്കുള്ളി വരാതെ പിന്നെ ബ്ലീഡിങ് വരുമ്പോൾ ഹോർമോണിന്റെ പ്രവർത്തനം കൂടുതലാവുകയാണോ ചെയ്യുന്നത്? ഓവുലേഷൻ നടക്കാത്ത സമയത്ത് പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോൺ ബോഡിയിലില്ല. അപ്പോൾ സാധാരണ ഓവുലേഷൻ നടക്കുമ്പോൾ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉണ്ടാകുന്നു. അപ്പം ഓവുലേഷൻ നടക്കാത്തപ്പം പ്രൊജസ്ട്രോൺ എന്നുള്ള ഹോർമോൺ ഇല്ല, ഈസ്ട്രജനാണ് കൂടി വരുന്നത്. അപ്പോൾ ഓവുലേഷൻ നടക്കാത്തപ്പം അത് പ്രൊലോങ് സൈക്കിളാക്കി യൂട്രസിലും ബ്രസ്റ്റിലും ഒക്കെ ഈസ്ട്രജൻ്റെ പ്രവർത്തനം കൂടുകയും കൂടുതൽ ബ്ലീഡിങ് വരികയും ഒക്കെ. ഈസ്ട്രജൻ ഹോർമോണിന്റെ പ്രവർത്തനങ്ങൾ കൂടുമ്പോൾ എന്തെല്ലാം വ്യത്യാസങ്ങളാണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നത്? ഈസ്ട്രജൻ ഹോർമോൺ കൂടുമ്പം ലോങ് ടേം ഈസ്ട്രജൻ നമ്മുടെ ബോഡിയിൽ നിൽക്കുമ്പോൾ അത് ചിലതരം ക്യാൻസറുകൾക്ക് പ്രീഡിസ്പോസ് ചെയ്യുന്നു. മെയിനായിട്ട് ക്യാൻസർ ഓഫ് ദ യൂട്രസ്, അതായത് എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്നത് ഈസ്ട്രജനെ ഡിപ്പെൻഡ് ചെയ്താണ്. പിന്നെ അൺഓപ്പോസ്ഡായിട്ട് വരുമ്പോൾ ബ്രസ്റ്റ് ക്യാൻസേഴ്സും കൂടുതലായിട്ട് വരാറുണ്ട്. ഡോക്ടർ, ഈ സ്ത്രീകളിലെ ഈ പൊണ്ണത്തടി കുറയ്ക്കുന്നതിന് എന്തെല്ലാം മാർഗങ്ങളാണ് ചെയ്യേണ്ടത്? മെയിനായിട്ട് നമ്മുടെ ജീവിതശൈലി തന്നെ മാറ്റണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം നിയന്ത്രിക്കണം, ഹൈ കലോറി ഫുഡ് അവോയ്ഡ് ചെയ്യണം. പിന്നെ അതായത് നമ്മൾ ഒരു ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഈ പണ്ടൊക്കെ എല്ലായിടത്തും പോയിരുന്ന് നടന്നൊക്കെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്, അതായത് എക്സസൈസ് കുറവാണ്.
അപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വീടിൻ്റെ കുറച്ചെങ്കിലും അടുത്താണെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തെങ്കിലും നടന്നു പോകണം. ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന എന്താണ്, അടുത്തൊരിടത്ത് പോകണമെങ്കിൽ ഒന്നീ കാറിൽ പോവും, അല്ലെങ്കിൽ ബസ്സോ ഓട്ടോയോ, ഓരോരുത്തരുടെ സാമ്പത്തിക അവസ്ഥ അനുസരിച്ച് യാത്ര ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന ഒരു പ്രാവശ്യമെങ്കിലും ജോലിക്ക് പോകുമ്പോൾ നടന്നു പോകുക. അതുകൊണ്ട് നമുക്ക് ഫ്രഷ് എയർ കിട്ടുന്നു, നമുക്കൊരു ഫ്രഷ്നെസ് വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ ഒരു ചിട്ടയായ ഒരു ആരോഗ്യശീലങ്ങളിലൂടെ ഇത്തരം പൊണ്ണത്തടി തുടങ്ങിയ എല്ലാ പൊണ്ണത്തടിയിലൂടെ വരുന്ന മറ്റു അനേകം അസുഖങ്ങളും അവോയ്ഡ് ചെയ്യാം അല്ലേ? അതെ ഡോക്ടർ, ഈ പീരീഡ് ഇറഗുലർ ആകുന്നത് കൊണ്ട് വളരെയധികം മറ്റ് പ്രോബ്ലങ്ങളും സ്ത്രീകളെ ബാധിക്കുന്നില്ല, അതായത് ഗർഭധാരണം അതുപോലെയുള്ള പ്രോബ്ലങ്ങളിലേക്കും എത്തിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഞാൻ ഓവുലേഷനെ അത് ഇൻഹിബിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇറഗുലാരിറ്റി ഓഫ് പീരിയഡ്സ് വരുന്നു, വിച്ച് ഇൻ ടേൺ അത് പോളിസിസ്റ്റിക് ഓവറീസായി അത് വന്ധ്യത ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈ പോളിസിസ്റ്റിക് ഓവറീസ് ഉള്ളവർ പ്രഗ്നൻ്റ് ആകുമ്പോഴും ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് കാരണം അവർക്ക് അബോർഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഒരു പൊണ്ണത്തടിയുള്ളൊരു വ്യക്തി അത് പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ അവരോട് മറ്റുള്ളവരെ പോലെ ഹൈ കാലറി ഫുഡൊന്നും കഴിക്കാൻ പറയില്ല. അവരുടെ വെയിറ്റ് ഒരു ഐഡിയലായിട്ടൊരു കൂടാവെന്ന് പറയാറുണ്ട്. പിന്നെ പീരിയോഡിക് ചെക്കപ്പ്, ദേ ആർ പ്രോൺ ടു ഡെവലപ്പ് ഇങ്ങനെ ജസ്റ്റേഷണൽ ഡയബറ്റീസ്, പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ, ഇതെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ അവരെ നോക്കേണ്ടത്. ഡോക്ടർ, അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പൊണ്ണത്തടി. അത് ആഫ്റ്റർ ഡെലിവറി ആണെങ്കിൽ പ്രത്യേകിച്ചും. അപ്പോൾ സ്ത്രീകൾക്ക് അവരുടെ ശരീരം നന്നായി, ആരോഗ്യം നന്നായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പൊണ്ണത്തടി വരുത്തുന്ന പല അസുഖങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ ഡോക്ടർ വളരെയധികം വ്യക്തമായി തന്നെ പറയുകയുണ്ടായി. ഇത്രയും സമയം ഞങ്ങൾക്കായി ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. പൊണ്ണത്തടി ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളെക്കുറിച്ചും കുറേയേറെ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയുകയുണ്ടായി. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശദമായി ഇതേക്കുറിച്ച് ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. വീണ്ടും പുതിയൊരു അധ്യായത്തിൽ കാണാം.